നമ്മുടെ അജയ് ഭൂമിയോട് മാപ്പ് പറയുവാണ്. അച്ഛനെ ആക്ഷേപിച്ചതിന്റെ ബാക്കിയായിട്ട് ഭൂമി മാപ്പ് പറയുന്നു. പക്ഷേ ഭൂമിയെ 22 വർഷങ്ങൾക്ക് മുമ്പ് ആരാണ് അച്യുതന്റെ കയ്യിൽ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചത്? നമ്മുടെ ഭവാനി. അതെ, ഭവാനിയാണ് 22 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി അഭിരാമി ആയിരുന്ന സമയത്ത് സൗഭാഗ്യപുരം വീട്ടിൽ നിന്നും അവിടെ നിന്നും നമ്മുടെ ഭവാനിയുടെ ഭർത്താവിനെ കൊന്നതിന്റെ ആ ഒരു പ്രതികാരം തീർക്കാനെന്നോണം എന്ത് ചെയ്തു? മൂത്ത മകനായിട്ടുള്ള നമ്മുടെ സത്യന്റെ കുഞ്ഞിനെ അവിടെ നിന്നും അച്യുതന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊല്ലാൻ. അച്യുതൻ കൊണ്ടുപോയി അതിനെ വളർത്തി. ഇപ്പൊ നമ്മുടെ ഭവാനി തിരക്കി നടക്കുവാണ് ഈ പറയുന്ന അഭിരാമി, അതായത് നമ്മുടെ ഭൂമി ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് തിരക്കി നടക്കുവാണ്. നമ്മുടെ അഞ്ജന, അതായത് അജയ്ക്ക് കല്യാണം ഉറപ്പിച്ചു വെക്കുന്ന നമ്മുടെ അഞ്ജന എന്താണ് നാട്ടിലേക്ക് വരുവാണ്. സൗഭാഗ്യപുരം വീട്ടിലേക്ക് വരുവാണ്. സൗഭാഗ്യപുരം വീട്ടില് വീണ്ടും നമ്മുടെ കുടുംബ പൂജ നടക്കാൻ പോവാണ്. ആ കുടുംബ പൂജയിൽ എല്ലാവരും എത്തുന്നുണ്ട്. യാദൃശികമായി നമ്മുടെ ആരും എത്തുന്നു? ഭൂമിയും എത്തുന്നു. നിവേദ്യങ്ങളും അതുപോലെ തന്നെ പലഹാരങ്ങളും ഒക്കെ അന്ന് കൊടുത്തതുപോലെ കൊടുക്കാനായിട്ട് വീണ്ടും ഭൂമി സൗഭാഗ്യപുരത്തെത്തുവാണ്. അന്ന് ക്ഷേത്രത്തിലാണ് വന്നത്, ഇത്തവണ സൗഭാഗ്യപുരത്തെത്തുന്നു. സൗഭാഗ്യപുരത്തെത്തുമ്പോൾ അവിടുത്തെ പഴയ ചിത്രങ്ങളും എല്ലാം കാണുമ്പോൾ ഭൂമിക്ക് പഴയ ഓർമ്മകളാണ്. 22 വർഷങ്ങൾക്ക് മുമ്പ് എന്തോ പരിചിതമുള്ള ഓർമ്മകൾ അവിടെ വെച്ച് മനസ്സിലാവുന്നു. അവിടെ വെച്ച് തന്നെ അജയ് പറയാണ് നമ്മുടെ ഭവാനിയുടെ അടുത്ത്, എന്തായാലും അഞ്ജനയുടെയും അതുപോലെ തന്നെ ഭവാനി ഇളയമ്മയുടെയും കാര്യത്തിൽ എന്താ നമ്മള് ഒരു തീരുമാനം, നമ്മൾ കൈവിടില്ല എന്ന് അജയ് പറയുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ഭൂമിയുടെ കഴുത്തിലെ നാഗമാല കണ്ടില്ല എന്നുള്ള ലെവലില് അവിടെ എല്ലാവരും കാണുവാണ്. അഞ്ജനയും നമ്മുടെ ഭൂമിയും കൂടെ വഴക്കായി ഭൂമി അഞ്ജനയുടെ കരണം അടിച്ച് പോയിക്കുന്നുണ്ട്. അച്യുതന്റെ പിറകെ നടക്കുവാണ് ഭവാനി. അച്യുതനും അവിടെ എത്തുന്നു. അച്യുതനും അറിയുന്നില്ല ഇത് നമ്മുടെ ഭവാനിയുള്ള വീടാണെന്ന്. അങ്ങനെ അച്യുതൻ നമ്മുടെ ഭവാനിയുടെ കണ്ണ് വെട്ടിച്ച് ഓടാൻ തുടങ്ങുവാണ്. ഭവാനി അച്യുതന്റെ പിന്നാലെ നോക്കുവാണ്. അച്യുതന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് അറിയണം. നമ്മുടെ സത്യൻ ഇതിന്റെ ഇടയിൽ കൂടി പറയുവാണ് അജയുടെ അടുത്ത്, അജയ് എന്റെ മകൾ അഭിരാമി എന്നുണ്ടായിരുന്നെങ്കിൽ നീ അവളെയാണ് വിവാഹം കഴിക്കേണ്ടിയിരുന്നത്. അങ്ങനെ പോയി പഴയ ഓർമ്മകളുമായിട്ട് ഇനി അങ്ങോട്ട് എന്താ പറയാ കൂടുതൽ സൗഭാഗ്യപുരോട്ട് അടുക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ അജയ് ഇന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ മുന്നിൽ. നമുക്ക് കാണണ്ടേ എപ്പിസോഡ് എന്താണെന്ന് അറിയണ്ടേ? അങ്ങനെ അജയുടെയും ഭൂമിയുടെയും ഇന്നത്തെ ജൂൺ 12-ാം തീയതിയിലെ എപ്പിസോഡ് 10-ന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ബാക്കിയായിട്ട് കാണിക്കുന്നത് ഭൂമി ബർത്ത്ഡേ കേക്കുമായിട്ട് പോലീസ് സ്റ്റേഷനിലെ എന്താ പറയാ പോലീസുകാർക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് വരുവാണ്. അപ്പൊ എനിക്ക് അവിടെ കുറച്ചൊന്ന് ലാഗായിട്ട് തോന്നി. കാരണം ഓരോ പോലീസുകാരുടെ അടുത്ത് പോയിട്ടും കേക്ക് കൊടുക്കുന്നു, അവർ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു, വീട്ടിലെ വിശേഷം ചോദിക്കുന്നു. അപ്പോൾ ഓരോ പോലീസുകാരുടെ അടുത്ത് പോയി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ സീനിൽ ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഞാൻ ഇത് കൊള്ളാമല്ലോ, അവിടെ ഒരു 10 പോലീസ് ഉണ്ട്, 10 പേർക്കും കൊണ്ട് കൊടുക്കുന്ന ഓരോ സെപ്പറേറ്റ് സീൻ ഒരുമിച്ചിരിക്കുന്നിടത്ത് നല്ലല്ലോ കൊടുക്കുന്നത്, സെപ്പറേറ്റ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ വലിച്ചില്ല, റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടുന്ന പോലെ തോന്നി. ഓക്കെ, ഇതിനിടയിൽ കൂടി നമ്മുടെ SI സാറിന്റെ അടുത്ത് ഒരു പരാതിക്കാരൻ വരുന്നുണ്ട്. പരാതിയെ കൊടുത്തിട്ട് ആ CI സാറിനെ കാണണം കേട്ടോ, പൊക്കോ എന്നിങ്ങനെ പരാതിക്കാരനോട് SI സാർ പറയുമ്പോഴത്തേക്കും നമ്മുടെ SIക്ക് കൈക്കൂലി കൊടുക്കാനായിട്ട് നോക്കുവാണ്. 500 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് സാർ വെച്ചെടുത്തോളം പോടോ എന്നിങ്ങനെ വരട്ടുന്ന. അപ്പൊ ഞാൻ ആലോചിക്കും, ഇതൊക്കെ എന്തിനാണ് ഈ സീനുകൾ ഇങ്ങനെ കുത്തി നടക്കുന്നത്? ഈ ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? സീരിയലാണ്, ഓക്കെ നമുക്കറിയാം. അപ്പൊ സീരിയലാകുമ്പോൾ സീരിയലിന്റെ ഒരു ഒഴുക്കുമട്ടിൽ പോകണം എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അതാണ് കുറച്ചൊന്ന് വലിച്ച് റബ്ബർ ബാൻഡ് പോലെ വലിക്കുന്ന പോലെ തോന്നി അവിടെ. പക്ഷെ പിന്നീട് അങ്ങോട്ട് ടപ്പേ ഫാസ്റ്റ് ആവാൻ തുടങ്ങി. ഭൂമി നേരെ നമ്മുടെ SIക്ക് കേക്ക് കൊടുക്കാൻ വരുന്നു. CI അജയ്ക്കല്ല, SIക്ക്. ബലട്ട അതാ കേക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും എന്താ ഭൂമി, നിനക്കൊരു ഉഷാറില്ലല്ലോ, അച്ഛന് ശരിയായോ? അച്ഛന് ശരിയായി, വേറെ കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിനക്ക് ഉഷാറല്ലേ? ഒന്നുമില്ല ബാലേട്ട, ഞാൻ പുലിക്ക് കേക്ക് കൊടുത്തിട്ട് വരട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. ഇതേ സമയം നമ്മുടെ പുലി ആയിട്ടുള്ള CI എന്ത് ചെയ്യാണ്, ആഭ്യന്തരമന്ത്രിയുടെ മകൻ തൂങ്ങി മരിച്ച കേസിന്റെ കാര്യമൊക്കെ ഇപ്പം അജയുടെ തലയെ പിടിച്ചിട്ടുണ്ട്. അജയ് ആകെ പ്രാന്തെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഇതെല്ലാം എൻ്റെ തലമണ്ടേ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഭൂമി ക്യാബിനിൽ കയറി വരുവാണ്, അജയുടെ ക്യാബിനിൽ. അപ്പൊ സാർ എന്താ പറഞ്ഞ് തൊലക്കേ എന്നിങ്ങനെ അജയ് ഇങ്ങനെ തന്നെ ഇരുന്നോണ്ട് പറയാം, മുഖത്തോലും നോക്കുന്നില്ല. അപ്പോൾ അച്ഛന്റെ ബർത്ത്ഡേ ആണ്, കേക്ക് തരാനായിട്ട് വന്നതാ. ഓ അവിടെ എങ്ങനെ വെച്ചിട്ട് പോ എന്നിങ്ങനെ പറയണം. അപ്പൊ ഭൂമി അവിടെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. എന്താ പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭൂമി പറയാണ്, ഞാനൊരു വിഷ് പ്രതീക്ഷിച്ചു, ഒരു പ്രശംസ ഞാൻ പ്രതീക്ഷിച്ചു. ഓ പ്രശംസയോ? എന്തിനാ പ്രശംസ? 10 ഗുണം 10 ഗുണമെന്നല്ലേ? താൻ ഇങ്ങനെയാണെങ്കിൽ തൻ്റെ അച്ഛൻ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാം.
താനൊരു വമ്പൻ താനൊരു തരികിടയല്ലേ, അപ്പൊ തൻ്റെ അച്ഛൻ വമ്പൻ തരികിടയായിരിക്കും. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ താനൊരു വിഷമായതുകൊണ്ട് തൻ്റെ അച്ഛനൊരു കൊടും വിഷമായിരിക്കും, വൻ വിഷമായിരിക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ഭൂമി എന്ത് ചെയ്യും, അജയ് അന്നേരത്തെ ദേഷ്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്, അജയ് ടെൻഷൻ ഇരിക്കുവാണല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഭൂമി തിരിഞ്ഞ് നിന്ന് അങ്ങോട്ട് കരയുവാണ്. കരയുമ്പോഴത്തേക്കും അജയ് എപ്പോഴും ഭൂമി അജയ് എന്തെങ്കിലും പറയുമ്പോൾ ഭൂമി ടപ്പേ തിരിച്ച് മറുപടി അടിക്കുമല്ലോ. അപ്പൊ ഭൂമി ഇങ്ങനെ ഒരുമാതിരി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അജയ് എഴുതുന്നുണ്ട്, അയ്യോ സോറി, ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും താൻ പെട്ടെന്ന് 10 ഇരട്ടി ശൗര്യത്തോടെ ഫോഴ്സോടെ തന്നെ തിരിച്ചെന്തെങ്കിലും പറയുന്ന ആളാണല്ലോ ഭൂമി, താൻ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ സെൻഡിയാണല്ലേ, എന്ത് പറ്റി ഭൂമി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് ഭൂമിയും അജയും കൂടെ അടുക്കുന്ന ഒരു പതിയെ അപ്പോൾ പറയണം, അത് ഇങ്ങനെ ചിരിച്ചും കളിച്ചും നിൽക്കുന്നവരുടെ മനസ്സിലും ഒത്തിരി ദുരന്തങ്ങളുണ്ട് എന്നിങ്ങനെ, ഈ അടുത്താണ് ആ ദുരന്തങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ അജയ് ചോദിക്കുകയാണ്, എന്താണ് ഭൂമി അങ്ങനെ ഭൂമിയുടെ മനസ്സിലെ ദുരന്തമേ? ഒന്നുമില്ല സാർ, ഞാൻ ഒന്നും പറയുന്നില്ല, ഇത് എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ഒത്തിരി ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് എൻ്റെ മനസ്സിലും ആയി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭൂമി പോവാണ്. അപ്പോഴത്തേക്കും അജയ് വിളിച്ചിട്ട് പറയണം, ഭൂമി അച്ഛൻ എൻ്റെ ആശംസ അറിയിച്ചേക്ക് എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ഭൂമി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ അജയ് എന്ത് ചെയ്യണം, അവിടെ നിന്ന് ആകെ വിഷമത്തോടെ ഞാൻ എന്നാൽ അങ്ങനെ പറഞ്ഞു പോയല്ലോ, പറയണ്ടായിരുന്നു എന്നുള്ള ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭവാനി പുറത്തെ ഒരു കടയിൽ ഒരു പെർഫ്യൂം ഷോപ്പിൽ നിന്ന് ഇങ്ങനെ പെർഫ്യൂം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ചുവേട്ടൻ, അതായത് അച്യുതൻ പുറത്ത് അച്യുതൻ്റെ അംബാസിഡറും കൊണ്ട് ഒതുക്കിയിട്ട് അതിൻ്റെ കടയുടെ ഫ്രണ്ടിലൂടെ വേറെ എന്തോ സാധനങ്ങളൊക്കെ മേടിക്കാൻ അങ്ങോട്ടും കൊണ്ട് പോവാണ്. അപ്പം നമ്മുടെ പെർഫ്യൂം കടയ്ക്കകത്ത് നിൽക്കുന്ന ഭവാനി പെർഫ്യൂം കടയ്ക്കകത്തുള്ള ഗ്ലാസ്സിലൂടെ അച്യുതൻ ഇങ്ങനെ പാസ് പോകുന്നത് ഇങ്ങനെ ഒരു മിനായം പോലെ കണ്ടു. അപ്പോൾ ഇത് അച്യുതനാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഭവാനി പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കും ദൂരോട്ട് ഒരാളിങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ ഭവാനി അയാളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക, ഇത് അച്യുതൻ തന്നെയാണോ എന്നുള്ള ഒരു അർത്ഥത്തിൽ നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അച്യുതൻ വഴിയിൽ വെച്ച് ആരെയോ കണ്ടിങ്ങനെ സംസാരിക്കുമ്പോൾ അച്യുതൻ്റെ മുഖം വ്യക്തമായിട്ട് കാണുന്നില്ല. അപ്പോൾ അച്യുതൻ തന്നെയാണത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഭവാനി സ്വന്തമായിട്ട്. അപ്പോഴത്തേക്കും അച്യുതൻ പെട്ടെന്ന് മിന്നായം പോലെ നമ്മുടെ ഭവാനിയെ കാണുന്നു. അപ്പോൾ ഭവാനിയെ കണ്ടിട്ട് പെട്ടെന്ന് ആ സംസാരിച്ച് നിൽക്കുന്ന ആളുടെ അടുത്ത് നിന്നും പെട്ടെന്ന് ഓടി ഒരിടത്ത് കയറി ഒളിക്കുകയാണ്. അപ്പോൾ അച്യുത നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഭവാനി അച്യുതൻ്റെ പിന്നാലെ പോവാണ്. പിന്നാലെ പോകുമ്പോഴത്തേക്ക് അച്യുതൻ കയറി ഒരിടത്ത് ഒളിക്കുന്നു. അച്യുതൻ എങ്ങോട്ട് പോയി, എന്തിനാ അയാൾ എന്നെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നത്, എൻ്റെ പ്ലാനുകളെല്ലാം അച്യുതൻ തെറ്റിച്ചോ, ഞാനും അച്യുതനും തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ഭവാനി അച്യുതൻ്റെ കാറിൻ്റെ അടുത്ത് വരികയാണ്. കാറ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നു അച്യുതൻ തന്നെയാണ്, അച്യുതൻ്റെ കാറാണെന്ന് മനസ്സിലായിട്ട് കാറിൻ്റെ വൈപ്പറിൻ്റെ പുറത്ത് ടിഷ്യൂ പേപ്പറിൽ എഴുതി വെക്കുകയാണ്, നാളെ രാവിലെ 11 മണിക്ക് ബംഗ്ലാംകുന്നിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ എഴുതി വെക്കുവാണ്. എന്നിട്ട് ഭവാനി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സൗഭാഗ്യപുര വീട്ടിലെ സൗഭാഗ്യ മുത്തശ്ശിയും സംഗീതയും കൂടെ സംസാരിക്കുകയാണ്. സൗഭാഗ്യ മുത്തശ്ശി പറയുകയാണ്, സംസാരിച്ചോ നമ്മുടെ സത്യൻ അവരോട് കല്യാണക്കാരൻ? സംസാരിച്ചിട്ടുണ്ടാവും അമ്മേ, അത് നോക്കട്ടെ, ഇനി സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പിടിച്ച് നിർബന്ധിച്ചാൽ കെട്ടിക്കും, എൻ്റെ ബ്രഹ്മാസ്ത്രം പുറത്തടിക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ആൽഫ്രഡ്, അജയുടെ ഫ്രണ്ടായിട്ടുള്ള വക്കീൽ ആൽഫ്രഡ് ഉണ്ടല്ലോ, ആൽഫ്രഡ് അങ്ങോട്ട് ബൈക്കിൽ വരുവാണ്. അവൻ വന്നല്ലോ എടി, ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അജയ് സംസാരിക്കും, അജയ് സമ്മതിക്കും, നമുക്കൊന്ന് നോക്കാം എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും വരുമ്പോൾ തന്നെ സൗഭാഗ്യ മുത്തശ്ശി ചോദിക്കണം, എന്താടാ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും വന്ന ഉടനെ തന്നെ നമ്മുടെ ആൽഫ്രഡ് വണങ്ങുകയാണ്. മുത്തശ്ശി വണങ്ങുന്നു, നീ എൻ്റെ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുന്നതാണല്ലോ, അപ്പം നീ എൻ്റെ കാല് പിടിച്ചാൽ എന്തോ ഒരു ആവശ്യം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം നീ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, നമ്മുടെ അജയ് വരുമ്പോൾ പട്ടി മണം പിടിച്ച് വരുന്ന പോലെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആൽഫ്രഡിനെ കളിയാക്കുവാണ്. അപ്പോഴത്തേക്ക് ആൽഫ്രഡ് പറയണത്, ലഡു ഒക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാനൊരു കേസ് ജയിച്ചു, 2 കോടി രൂപ നഷ്ടപരിഹാരവും ഇത്ര വർഷം തടവും എന്നൊക്കെ പറഞ്ഞിട്ട് MLA കേസിന്റെ കാര്യമൊക്കെ പറയുവാണ്, ഞാൻ അയാളെ ജയിലിലാക്കിയെന്നൊക്കെ പറഞ്ഞു. അപ്പം നീ ഫുഡ് കഴിച്ചോ മോനെ? ഇല്ല, ഫുഡ് കഴിച്ചില്ല. അയ്യോ എന്നാ എനിക്ക് നല്ല വിശപ്പുണ്ട്, ഫുഡ് വേണമെന്ന് പറയാം. അപ്പോൾ ശോഭയെ ഫുഡ് കൊണ്ടുപോകാന്ന് പറഞ്ഞങ്ങനെ പിന്നീട് മന്തി കൊടുക്കുകയാണ് ആർക്കും, നമ്മുടെ ആൽഫ്രഡിന്. ആൽഫ്രഡ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് സംഗീത പറയണം, അമ്മ ചോദിക്കുക. അപ്പം സൗഭാഗ്യ മുത്തശ്ശി, നീ പറ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങനത്തോളം. അപ്പോൾ സൗഭാഗ്യ മുത്തശ്ശി പറയാണ്, മോനെ ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞ് വീണ്ടും ഫുഡ് കോരിയിട്ടുണ്ട്. മുത്തശ്ശി തരുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലാന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കൂടുതൽ ഫുഡൊക്കെ കോരി കൊടുക്കുക. അപ്പോഴത്തേക്കും നീ പറഞ്ഞു കഴിഞ്ഞാൽ അജയ് എന്നും കേൾക്കുവാടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ അജയ് ഞാനൊരാളെ കൊല്ലാൻ പറഞ്ഞാൽ അജയ് കേൾക്കും എന്ന് പറയണം. അപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ നീ അറിഞ്ഞോ? പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു, അഞ്ജനയുടെയും അജയുടെയും കല്യാണക്കാരല്ലേ, ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ പറയാം. അപ്പോൾ അത് തന്നെ നീ അവനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നിങ്ങനെ പറയുക. ഞാൻ പറഞ്ഞ അവനത് കേൾക്കൂല, ഞാൻ പറയില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ നീ ഇതുകൂടെ കഴിക്കുക, ഇതുകൂടെ കുറേ മന്തി വാരിയിട്ട് ഇരിക്കല അവിടെ, നീ ഇത് കഴിച്ച് തീർക്കാതെ അവിടെ നിന്ന് എഴുന്നേക്കരുത്. ഒന്നുകിൽ നീ അവനെ കൊണ്ട് നീ ഇത് കഴിക്കുക, നീ സമ്മതിപ്പിക്കുമെന്ന് പറയാതെ നിനക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല, അവൻ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് നമ്മുടെ ആൽഫ്രഡ് എഴുന്നേക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അങ്ങനെ അജയ് കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കാമെന്ന് ആൽഫ്രഡ് ഏൽക്കുന്നു. മുത്തശ്ശി എന്നിട്ട് സംഗീതത്തിൽ പറഞ്ഞ അവനൊരു പാവോ, അതല്ലേ ഞാനിങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ചതെന്ന്
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാങ്ക് മാനേജറുടെ അടുത്ത ഭൂമി ഒരു ബാങ്കിൽ വന്നിട്ട് ലോൺ ചോദിക്കുകയാണ്. അച്ഛന് വയ്യ, ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറയുമ്പോഴത്തേക്കും ബാങ്ക് മാനേജർ പറയണ ഭൂമി കടയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, അപ്പൊ 8 ലക്ഷം രൂപ ഓൾറെഡി കോഫി ഷോപ്പിന്റെ ലോൺ തന്നെ ഉണ്ട്, അപ്പൊ അതെല്ലാം ഞാൻ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ സാർ, അപ്പൊ പിന്നെ വേറെ ലോൺ തരാൻ പറ്റത്തില്ല, വേറെ സ്വർണ്ണമോ വസ്തുവോ വീടോ എന്തെങ്കിലും ഉണ്ട്, അപ്പൊ ഒന്നുമില്ല, വീട് വാടകയ്ക്കാണ്, വസ്തു ഒന്നുമില്ല, സ്വർണ്ണം ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ബാങ്കിന്റെ തീരുമാനമാണെന്ന് എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഭൂമി പറയണം അച്ഛന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അയാൾ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, തരാൻ പറ്റില്ല ഭൂമി, എന്നാലും ഞാൻ ഹെഡ് ഓഫീസിൽ ഒന്ന് സംസാരിച്ചിട്ട് ഭൂമി 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയുവാണ്. ഓക്കെ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അജയും SI കൂടെ സംസാരിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയുടെ മകന്റെ തൂങ്ങി മരിച്ച കേസ്. അപ്പൊ റൂമിൽ തൂങ്ങി മരിച്ച യാതൊരു സാഹചര്യ തെളിവുമില്ല, ഫിംഗർ പ്രിന്റ്സ് വേറെ ആരുടെയും ഇല്ല, അവിടെ തറയിൽ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു, വാഷ്റൂമിലെ പൈപ്പ് തുറന്നിരുന്നു, പൈപ്പിലും വെള്ളം തീർന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഭൂമി എന്ത് ചെയ്യാണ്, പോലീസുകാർക്കൊക്കെ ചായ കൊണ്ട് വന്നിട്ട് നമ്മുടെ CIയുടെ ക്യാബിനിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പോഴത്തേക്കും അജയ് ഇതിപ്പോ എന്റെ തലയിൽ അവർ മനഃപൂർവ്വം പിടിച്ചിട്ട് തന്നത് തന്നെയാണ്, ഇപ്പൊ എന്തെങ്കിലും ഞാനും പോയി നോക്കിയിട്ട് തൂങ്ങി മരിച്ചാണെന്ന് പറഞ്ഞ് വെള്ള എഴുതിയിട്ട് പോകും എന്നിങ്ങനെ പറയണം. അപ്പോഴത്തേക്കും ഭൂമി അകത്ത് കരുതാ സാർ ചായ വെച്ചിട്ട് എന്നിങ്ങനെ അജയ് പറയുവാണ്. അപ്പോഴത്തേക്കും സാർ എനിക്കൊരു ഒരു കാര്യം പറയാണ്ട്, ഈ കേസിനെ കുറിച്ചിട്ടുള്ള എന്റെ ഒരു ഒപ്പീനിയൻ എനിക്ക് പറയണം. ഓ താൻ അത്ര വലിയ ഒപ്പീനിയൻ പറ കേൾക്കട്ടെ. അത് സാർ FIR-ലുള്ളത് തൂങ്ങി മരിച്ചു ആണോ, എനിക്കറിയില്ലായിരുന്നു, താൻ പറ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കളിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്കും ഭൂമി പറയണം ഞാൻ കളിയാക്കുന്നതല്ല സാറെന്ന് കേൾക്കണം, അയാളോടെ തൂങ്ങി മരിച്ചപ്പോഴത്തേക്ക് ഒരു ഫർണിച്ചർ പോലും അവിടെ ഇല്ലായിരുന്നു, അപ്പൊ അയാൾ കുറെ ഐസ് കട്ടകൾ അടുക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി ഐസ് കട്ട ഉരുകി വെള്ളമായി മാറിയപ്പോഴത്തേക്ക് അയാൾ തൂങ്ങി മരിച്ചതാണ്, അയാളൊരു ഭ്രാന്തനായിക്കൂടെ, അയാളൊരു മാനസിക നില തെറ്റിയ ആളായിക്കൂടെ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോഴത്തേക്ക് താൻ ഇറങ്ങി പോടോ എന്നും പറഞ്ഞ് ഷട്ടപ്പ് പറഞ്ഞ് നമ്മുടെ അജയ് എന്ത് ചെയ്യണം അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. പക്ഷെ നമ്മുടെ SI അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞതിൽ കഴമ്പുണ്ടല്ലോ എന്ന് SIക്കും തോന്നുവാണ്. അങ്ങനെ ഭൂമി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ അജയ് സ്വന്തമായിട്ട് ചിന്തിക്കുകയാണ്, അവള് പറഞ്ഞതിലും കാര്യമില്ലേ, ഇനി അങ്ങനെ ആയി കൂടുന്നില്ലല്ലോ എന്നിങ്ങനെ അജയ് സ്വന്തമായിട്ട് ചിന്തിക്കുവാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇനി നാളത്തെ, അതായത് അടുത്ത ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡിലാണ് നമ്മുടെ ഭവാനി പറയുന്ന കാര്യങ്ങൾ. ഭവാനി സ്വന്തമായിട്ട് പറയാണ്, എൻ്റെ ഭർത്താവിനെ സത്യൻ കൊന്നതിന്റെ പകരം വീട്ടാൻ വേണ്ടിയിട്ട് സത്യന്റെ മകൾ 2.5 വയസ്സുള്ള അഭിരാമിയെ ഞാൻ അച്യുതൻ എന്ന് പറയുന്ന ടാക്സി ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പൊ എന്നിട്ട് അച്യുതനോട് എനിക്കതിപ്പോ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്നിങ്ങനെ അറിയണം എന്നിങ്ങനെ പറയുന്ന ഒരു സ്വന്തമായിട്ട് പറയുന്ന ഒരു സാധനം കാണിക്കുന്നുണ്ട്. പിന്നീട് ഭൂമി അടിപൊളിയായിട്ട് ആ നാഗമാലയൊക്കെ ഇട്ട് ഒരുങ്ങി സാരിയൊക്കെ കൊടുത്ത് സൗഭാഗ്യപുരം വീട്ടിൽ വരുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അഞ്ജന, അജയ്ക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അഞ്ജന കാറിൽ വലിയ ഗെറ്റപ്പും മേക്കപ്പ് ഒക്കെ ഇട്ട് ആ വീട്ടിലോട്ട് വരുന്ന കാണിക്കുന്നുണ്ട്. കുടുംബ പൂജ കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ അജയ് ഭവാനിയുടെ അടുത്ത് ഞാൻ നിങ്ങളെ 2 പേരെയും സംരക്ഷിക്കും, ഭവാനിയെയും അതുപോലെ തന്നെ അഞ്ജനയും സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ആ വീട്ടിൽ പൂജ നടക്കുന്നിടത്ത് നമ്മുടെ അച്യുതനും വരുന്നുണ്ട്, നമ്മുടെ ഭൂമിയും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഭൂമിയാണല്ലോ നിവേദ്യങ്ങളും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചത് സൗഭാഗ്യ മുത്തശ്ശി. അപ്പൊ അങ്ങനെ വന്നതായിരിക്കാം. അപ്പൊ അവിടെ വെച്ച് ഭൂമി എന്ത് ചെയ്യാണ്, അവിടുത്തെ റൂമുകളിലൊക്കെ എത്തപ്പെടുകയും ഭൂമിയുടെ പഴയ 2.5 വയസ്സുള്ള ഫോട്ടോയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സത്യൻ അജയോട് പറയാണ്, അജയ് എൻ്റെ മകൾ അഭിരാമി ഉണ്ടായിരുന്നെങ്കിൽ നീ അവളെ തന്നെ വിവാഹം കഴിച്ചേനെ എന്നിങ്ങനെ പറയുന്നത്. അതിനുശേഷം കിച്ചണിൽ വെച്ചിട്ട് നമ്മുടെ അഞ്ജനയുടെ കരണം പഠിച്ച് പോക്കുകയാണ് ഭൂമി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്യുതൻ അവിടെ നിന്ന് ഭവാനിയെ കണ്ടിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുവാണ്. ഭവാനി ഈ വീട്ടിലുള്ളതാണെന്ന് അച്യുതന് മനസ്സിലാവുന്നു. നമ്മുടെ ഭൂമിയുടെ യഥാർത്ഥ വീട് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ഭവാനി കാണുന്നു അച്യുതനെ അവിടെ വെച്ച്. അച്യുതനെ പിന്തുടരാനായിട്ട് നമ്മുടെ ഭവാനി നോക്കുകയാണ്. ഇതൊക്കെയാണ് അടുത്ത ആഴ്ച വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡുകൾ. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.